നല്ല വെയിലാണ്, കൂടാത്തതിന് ഞങ്ങൾക്ക് നോമ്പുമാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞാനും മിസ്സിരിയായും വളവച്ച് പോകാൻ ബസ് കാത്തു നിന്ന് വലഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ 2 ബസ് കിടക്കുന്നതെങ്കിലും 2 വളവച്ച് പോകുന്ന ബസ്സല്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾക്കൊരു വേണാട് ബസ് കിട്ടി. ഞങ്ങൾ വേണാടിൽ കയറി വളവച്ചത്തേക്ക് ടിക്കറ്റ് എടുത്തു. വളവച്ച് പോണ കാര്യം എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ കുടുംബശ്രീ ഉണ്ട്. അപ്പോൾ എൻ്റെ കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ അവിടെയാണ്. ഞാനാണ് അതിൻ്റെ സെക്രട്ടറി. അപ്പോൾ എല്ലാ ആഴ്ചയും ഞാൻ പോയേ പറ്റുള്ളൂ. അപ്പോൾ വളവച്ചെത്തി ബസ് കുറച്ച് മുന്നോട്ടാണ് നിർത്തിയത്. അങ്ങനെ ഞാൻ മാമച്ചിനെ വിളിച്ച് പറഞ്ഞു, കൊച്ചിന് നോമ്പായതുകൊണ്ട് ഈ വെയിലത്ത് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ വന്ന് അവളെ ബൈക്കിൽ കയറ്റിക്കൊണ്ട് പോയി. തേരി ആയതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല, ഞാൻ നടന്നു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ നാട് വളവച്ച. ഇതൊരു മിച്ച ഭൂമിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് ഭൂസമരത്തിൽ കുടിൽ കെട്ടിയൊക്കെ ആൾക്കാർ ഇവിടെ പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടില്ലേ ആ ചോല ഒരു 2-3 വർഷം മുമ്പ് വരെ വേനലെത്തുന്നതിന് മുമ്പ് പെട്ടെന്ന് വറ്റുമായിരുന്നു. വേനലെത്തുന്നതിന് മുമ്പേ വറ്റുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അത് പറ്റുന്നില്ല. അതുകൊണ്ട് പക്ഷികൾക്കൊക്കെ കുളിക്കാൻ നല്ല സ്ഥലമുണ്ട്. ഇതാണ് എൻ്റെ വീട്ടിലോട്ടുള്ള വഴി. വീട്ടിൽ വന്ന പാടെ വീട്ടിൻ്റെ മണ്ടയിലോട്ടാണ് പോയത്. അപ്പോൾ കുടുംബശ്രീ കൂടുന്നത് അവിടെയാണ്. അങ്ങനെ കുടുംബശ്രീയൊക്കെ കഴിഞ്ഞു. പിന്നെ വീട്ടിൽ വന്നാൽ പിന്നെ ജോലിയൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും അവരവൻ്റെ വീട്ടിൽ പോകുമ്പോൾ പിന്നെ റെസ്റ്റ് അല്ലേ. അങ്ങനെ കുറേ നേരം റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് വൈകിട്ട് കുറച്ച് അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സിറ്റൗട്ടിലോട്ടൊന്ന് ഇറങ്ങിയിരുന്നു. കാരണം അമ്മായും മോളും അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കൂടെ അവിടോട്ട് ഇറങ്ങിയിരുന്നു. കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. അപ്പോൾ ആ തലയില്ലാതെ പപ്പയുടെ അങ്ങോട്ടൊരു കോഴി നിൽക്കുന്നില്ലേ, ആ ഒരു കോഴിയെ ഉമ്മാക്കുള്ളൂ. കൂടെ ഉണ്ടായിരുന്ന ഒരു കോഴി ചത്തു. അങ്ങനെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ചിരിക്കുവാണ്. അപ്പോൾ ഈ നേരെ ഫ്രണ്ടിൽ കാണുന്നതല്ലേ താബൂക്കട്ട കെട്ടിയത്, അതായിരുന്നു എൻ്റെ വീട് കേട്ടോ. അപ്പോൾ ഞാനത് കൊടുത്തു. എന്തിനാണ് പിന്നെ നമ്മൾ നിലമേൽ താമസം തുടങ്ങി. അങ്ങനെ അവരത് അവിടെ ഇരിക്കുന്നുണ്ടോ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉമ്മ പറഞ്ഞു, താഴെ കാന്താരി ഉണ്ടോ എന്ന് പോയി നോക്കിയിട്ട് വരാൻ. അങ്ങനെ മിസ്സിരിയ മുമ്പേ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനും അവളെ കൂടെ ഇറങ്ങിയെന്ന് താഴോട്ട് പോയി. കാട്ടു നെല്ലിക്ക വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്നു. അപ്പോൾ അത് ജ്യൂസ് അടിക്കാനാണ് കാന്താരി ധരിക്കുക. ചീമച്ചക്കയൊക്കെ പിടിച്ചു വരുന്നുണ്ട്. ചീമപ്പിലാവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാന്താരി മുളകിൻ്റെ അടുത്തെത്തി. വേനലായതുകൊണ്ട് തന്നെ കാന്താരിയൊക്കെ വളരെ ശോചനീയാവസ്ഥയിലാണ്. അപ്പോൾ നമുക്ക് കാന്താരി ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ തിരച്ചിലിനൊടുവിൽ മിസ്സിരിയാക്ക് ഒരു കാന്താരി കിട്ടി. അങ്ങനെ ഞങ്ങളതും കൊണ്ട് തിരിച്ചു പോന്നു. പിന്നെ നോക്കി ഒന്നും കൂടെ കിട്ടിയെന്ന് തോന്നുന്നു. അതിൻ്റെ ഇടയിൽ കുറച്ച് കൊതുകുകളൊക്കെ വന്നിരുന്ന് കടിച്ചു. അങ്ങനെ തിരിച്ചു വരാൻ നേരം ഇതൊക്കെ വാഴയൊക്കെ വെച്ചതാണ്. 2 കൊല കിട്ടി കേട്ടോ. 2 കൊല കിട്ടി. ബാക്കി പിന്നെ ഉണക്കായതുകൊണ്ട് പിടിക്കാതെ അങ്ങനെ നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് കുടുംബശ്രീയിൽ നിന്നൊക്കെ കുറച്ച് തൈകളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഉമ്മാക്കും എനിക്കും കിട്ടിയത് ഉമ്മാക്ക് ഞാൻ കൊടുത്തു. അങ്ങനെ ഉമ്മ അപ്പുറത്തെ മാമായ കൊണ്ട് അവിടെയൊക്കെ വെപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പച്ചമുളക് കണ്ടില്ലേ, കുരുട്ട് അതിൽ പിടിച്ചിട്ടുണ്ട്. 2-3 പച്ചമുളകൊക്കെ പിടിച്ചു. പപ്പയുടെ തൈ ഉണ്ട്. അങ്ങനെ തിരിച്ച് മേളിലേക്ക് കയറി. ഉമ്മ ചുമ്മാ ഇരിക്കുമ്പോൾ ഉമ്മാക്ക് ഇതൊക്കെയാണ്, ഉമ്മാക്ക് കൃഷിയാണ്. 1-2 തൈകളൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ. അപ്പോൾ പച്ചമുളകും പയറും, ഈ പയറൊക്കെ കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയതാണ്. കുടുംബശ്രീ വഴി കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ പച്ചക്കറിയും ഒക്കെ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറഞ്ഞാൽ തക്കാളിയാണ്. ഈ കറ്റാർവാഴ അപ്പുറത്ത് വീട്ടിൽ നിന്നാണ് കേട്ടോ. ഞാൻ വിറ്റപ്പം എടുത്തുകൊണ്ട് കൂടെ വെച്ച്. പിന്നെ തക്കാളിയാണ് ഞാൻ കാണിച്ചു തരാം. വളരെ വലിയ സൈസ് തക്കാളിയാണ് ഇതിൽ പിടിക്കുന്നത്. കണ്ടില്ലേ, നമുക്ക് ഒരു തക്കാളിയൊക്കെ പറിച്ചാൽ 2-3 ദിവസത്തേക്കൊക്കെ കറി വയ്ക്കാൻ കിട്ടും. അപ്പോൾ തക്കാളി ചെടികളിലെല്ലാം പിടിച്ചിരിക്കുന്ന തക്കാളി ഇതുപോലെ വളരെ വളരെ വലിപ്പമുള്ള തക്കാളിയാണ് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു മുളക്, ഇത് ഞാൻ എവിടെ നിന്നോ വിത്ത് കൊണ്ട് കൊടുത്ത് തൈ ആയതാണ്. ഇതിൻ്റെ ഒരു തൈ ഞാനും കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അത് വീട്ടിൽ അതുപോലെ നിൽപ്പുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ പൂ പിടിക്കും, പക്ഷേ ഒരു കായും ഉണ്ടാവില്ല. ഞാൻ കൊണ്ട് നട്ടേലും അങ്ങനെ തന്നെ. പിന്നെ ഇവിടെ ചെടികളും പച്ചക്കറിയും എല്ലാം കൂടെ ഇടകലർത്തി അങ്ങ് തോന്നിയ കണക്ക് അങ്ങ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് അയർകുഞ്ഞുമാടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് സീനിയ അങ്ങനെ എന്തോ ഉണ്ട്. ഇത് നമ്മളെ ആഫ്രിക്ക മല്ലിയില. പിന്നെ പൈപ്പുണ്ട്. പൈപ്പ് ഞങ്ങൾ ഇപ്പോൾ പൈസയൊന്നും അടയ്ക്കുന്നില്ല, ഞങ്ങൾ കട്ടാക്കി ഇട്ടേക്കുക. എന്നാലും വല്ലപ്പോഴൊക്കെ നൂല് കണക്കിന് വെള്ളം വരും അതിൻ്റെ അകത്തുനിന്ന്. വലുതായിട്ടൊന്നും വെള്ളം വരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഫ്രൂട്ടാണ് അമൃതങ്ക, സീതപ്പഴം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ അതാണ്. ചെറിയൊരു തൈയായിരുന്നു ഞാൻ പോകുമ്പോൾ. ഇപ്പോൾ വലുതായി കായൊക്കെ പിടിച്ചു തുടങ്ങി. പിന്നെ വേലിക്ക തന്നെ വേൽ ചീരകളും നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് ഇതിൽ നിന്ന് ഇലയൊക്കെ പറിച്ച് തോരൻ വയ്ക്കാം. പിന്നെ ഒരു കാഴ്ചയെന്ന് വെച്ചാൽ അത് മിസ്സായി. ഇത് കുറച്ച് ചെടികളാണ് കേട്ടോ. ഒരു 2 മുരിങ്ങയ്ക്ക അവിടെ നിന്നുണ്ടോ. അത് കമ്പ് മാത്രമേ ഉള്ളൂ, ഒരു ഇല പോലും ഇല്ല. അതിൽ 2 മുരിങ്ങയ്ക്ക പിടിച്ചിപ്പോൾ ഉണ്ടായിരുന്നു. ഒന്ന് റിവെൻ്റ് അടിച്ച് പോയാൽ കാണാം. അങ്ങനെ പയറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടല്ല, എന്നെ അവിടെ നിന്നൊക്കെ പറഞ്ഞു വിട്ട്, എന്നാലും എൻ്റെ വീട് തന്നെ.
എൻ്റെ വീട് തന്നെ എന്ന് പറയാൻ കാരണമുണ്ട്. എൻ്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, സുമിയ മനസ്സിൽ. അതാണ് വീട്ടിൻ്റെ പേര്. അപ്പോൾ എൻ്റെ വീട് തന്നെ. അപ്പോഴെനിക്ക് അപ്പുറത്തെ മാമിയെ ഒരു ബ്ലൗസ് തയ്ക്കാനായിട്ട് കൊണ്ടുവന്ന് തന്നു. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചു. വൈകിട്ടത്തേക്കുള്ള പരിപാടിയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചു, ഇടിയപ്പം ഉണ്ടാക്കി, ഉരുളൻകിഴങ്ങ് കറി ഉണ്ടാക്കി, താഴത്തിനേക്കുള്ള മാവ് റെഡിയാക്കി വെച്ചു. പിന്നെ മിസ്സിരി അതാ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വയ്ക്കാൻ മച്ചുമായെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ മച്ചുമ കാട്ടുനെല്ലിക്ക ജ്യൂസ് വേണമെന്ന് പറഞ്ഞ് മച്ചുമ കാട്ടുനെല്ലിക്ക ജ്യൂസ് കാന്താരിയൊക്കെ ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. കാന്താരി ഒന്നല്ലേ കിട്ടുള്ളൂ, അങ്ങനെ ഒരു പച്ചളവും കൂടെ ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴിവിടെ ഇങ്ങോട്ട് പെട്ടെന്ന്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. നമ്മൾ നോമ്പ് തുറക്കാനായിട്ടുള്ള ടേബിളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ആയേട്ടോ. ഈ ഒരു വീഡിയോയും കൂടെ ഉള്ളൂ. ഇനി നോമ്പിനെടുത്ത വീഡിയോകളൊന്നും ഇല്ല, എല്ലാ വീഡിയോയും തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ഇനി വിഷമിക്കേണ്ട കേട്ടോ. അപ്പോൾ മിസ്സിരി ഏതാ നോമ്പ് തുറക്കാനായിട്ട് റെഡി ആയിട്ട് കൊണ്ടിരിക്കുന്നു. അപ്പോൾ നോമ്പ് തുറന്നിട്ട് കഴിക്കാനായിട്ട് ഇതാ ഇവിടെ പൈനാപ്പിൾ ഉപ്പിലിട്ടത് മിസ്സിരിയെ മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും നിസ്കരിച്ചിറങ്ങിയപ്പോൾ എന്തോ ഒരു മാവി നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്. ഉമ്മച്ചുമ്മാടെ ഒരു മാവി നിസ്കരിക്കാനായിട്ട് കയറി. മാമി വരെ വരുന്ന അഞ്ചലത്തെ മാമി വരെ വരുന്നു, നടയറത്തെ മാമി വരെ വരുന്നു. ഓ ഇനി സോക്സ് ഒക്കെ ഇട്ട്. സോക്സ് എന്തിന് ഇത്രയും കാലം വഴി കിടക്കണേന്? ഓ നിസ്കരീര അങ്ങോട്ട്. കഴിഞ്ഞിട്ട് ഫുഡ് തരാന്ന് പറഞ്ഞപ്പോൾ വേണ്ട, 5-ാമത്തെ 8:15. ഒന്ന് കിടന്ന് തിന്നണ സമോസാടെ തിന്നു. കടിച്ചത് അവിടെ കൊണ്ടുവച്ചിട്ട് കടിക്കാൻ എന്തായാലും കൊള്ളാം. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ മിസ്സിരി അത് 5-ാമത്തെ സമോസ ഇടുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി അതൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് ഞാനങ്ങോട്ട് വന്നു. അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കുടിച്ചു. അപ്പം എന്താ നെല്ലിക്ക ജ്യൂസിന് നല്ല എരി ഉണ്ടായിരുന്നു. അപ്പം ഇട്ട പച്ചമുളക് നല്ല എരിയുള്ളതായിരുന്നു. അങ്ങനെ അത് തോനെ കുടിക്കാത്തില്ല, നല്ല എരിയുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കഞ്ഞി ഞാൻ കുടിച്ചില്ല. നെല്ലിക്ക ജ്യൂസ് അവൾക്ക് പകുതി വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുഹമ്മദ് നോമ്പ് തുറക്കാനായിട്ട് പള്ളിയിൽ പോയപ്പോഴത്തേക്കും ഒരു പൊതി കിട്ടി. അപ്പോൾ നമുക്കിനി ആ പൊതിയിൽ എന്താണെന്ന് നോക്കാം. അങ്ങനെ പൊതിയൊക്കെ തുറന്ന് വെളിയിലെടുക്കുവാണ്. വാ, അപ്പോൾ ബിരിയാണി ചോറാണ്, കറിയും കൂടെ അതിൻ്റെ അകത്ത് കൂടെ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇത് കുറച്ച് ഇട്ട് കഴിക്കാം. അപ്പോൾ നമ്മളവിടെ പള്ളിയിലൊന്നും നോമ്പ് തുടങ്ങിയിട്ട് ഇതുവരെയും ബിരിയാണി കിട്ടിയില്ല, നെച്ചോറ് കിട്ടിയില്ല. മുഹമ്മദ് ഇവിടെ തുമ്മോന്തടിയിൽ പള്ളിയിൽ അങ്ങനെയാണ് നോമ്പ് തുറക്കാൻ പോകണം. അവിടെ നിന്ന് നോമ്പ് തുറക്കി തന്നെ ഓരോ പൊതി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ കണ്ണങ്കോട്ട് പള്ളിയിൽ 27-ൻ്റെ അന്ന് മാത്രമേ ഇപ്രാവശ്യം ചോറുള്ളായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഫുള്ള് 1 മുതൽ നെച്ചോറ് 1-ന് കൊടുക്കൂലായിരുന്നു, 2 മുതൽ 2-ാം നോമ്പ് മുതൽ നെച്ചോറ് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നെച്ചോറ് എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഇടിയപ്പം എടുത്തു, കുറച്ച് ഉരുളൻകിഴങ്ങ് കറിയായിട്ട് അത് കഴിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു പൂച്ച മാക്ക് കടന്ന് വിളിക്കുന്ന ആ സൗണ്ട് കേട്ടത്. അങ്ങനെ ഞാൻ അടുക്കള കതവ് പോയി തുറന്ന് നോക്കി. അപ്പം എന്താ നമ്മുടെ പപ്പുമോൻ, എൻ്റെ പേരാണ് പപ്പുമോൻ. ആ പപ്പുമോൻ അവിടെ വന്നിരുന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് അടിച്ചപ്പോൾ പപ്പുമോൻ്റെ കണ്ണൊക്കെ മഴവിൽ കളറിൽ തിളങ്ങുന്നുണ്ട്. ലൈറ്റ് കത്തണ കണ്ണ് പോലെ പല നിറങ്ങളിലാണ് പപ്പുമോൻ്റെ കണ്ണ് കത്തണത്. അങ്ങനെ നമ്മൾ കഴിച്ചതിൻ്റെ എല്ലൊക്കെ ഇത്തിരി പപ്പുമോന് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് പപ്പുമോന് കൊടുത്തു. ഇവിടെ അങ്ങനെ തോനെയും പൂച്ചകളൊന്നും വരാറില്ല. നമ്മളൊക്കെ ഉണ്ടായിരുന്ന ടൈമിന് പൂച്ചയൊക്കെ വരുമായിരുന്നു. പിന്നെ ഇപ്പോൾ യവനും വേറെ 1-2 പൂച്ചകൾ മാത്രമേ ഇവിടെ ഇപ്പോൾ വരാറുള്ളൂ. അങ്ങനെ പപ്പുമോൻ ഞാൻ കൊടുത്ത എല്ലൊക്കെ കഴിച്ചു. എന്താ റെട്ടിയത്? പിറത്തല്ല ഉറുമ്പ് മച്ചനല്ലേ പപ്പു ഇത്തിരി എനിക്ക് തരോ പപ്പു? പപ്പു പപ്പു വണ്ടുകളും കരിവണ്ടുകളും പപ്പു ഇച്ചിരി എനിക്ക് ഇത്തിരി താളാ. ഇവിടെ നിന്ന് വിളി കേട്ടോ, നമ്മൾ തിന്നിട്ട് ബാക്കി തരാം കേട്ടോ. ട്രോഫി ഇത് ഞാൻ പള്ളി പഠിച്ചപ്പോൾ എനിക്ക് മേഖലയിൽ 2-ാം സമ്മാനം കിട്ടിയതാണ്. എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. പള്ളിയിൽ എൻ്റെ പേര് സുമയ്യ എന്നായിരുന്നു, സുമയ്യൻ. എത്ര
6ൽ സെക്കൻഡ് റാങ്ക് കാണത്തട്ടാ. 6ൽ സെക്കൻഡ് റാങ്ക് കിട്ടിയത്, ഈ ട്രോഫി കിട്ടിയത്. പിന്നെ ഇത് എനിക്ക് 5ൽ വെച്ച് കിട്ടിയത് ഓവറോളിൻ്റെ വലിയ ട്രോഫി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ട്രോഫി. പിന്നെ ഈ ഇരിക്കുന്നത് ഈ കണ്ടോ, ഈ കുണുകുമണികളല്ല, ഇതെല്ലാം എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കിലിരിക്കണതൊന്നും എൻ്റെതല്ല, അത് മാമച്ചിക്ക് കുഞ്ഞാക്ക് കിട്ടിയതാണ്. ഈ ഒരേ ആകൃതിയിലുള്ളത്, ഈ ഷേപ്പിലുള്ളതെല്ലാം എൻ്റെ ട്രോഫിയാണ്. കുറേ ഉണ്ടായിരുന്നു. സൗമ്യയുടെ പിള്ളേർ വരുമ്പം കളിക്കാനെടുത്ത് കൊടുത്ത് അപ്പോൾ അവരെ കുറേ പേരെ കാണാതായി, കുറേ പേര് മിസ്സായി. അത് കഴിഞ്ഞപ്പോൾ മാമച്ചിക്ക് ഒരു ഷർട്ട് വണ്ണം അടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മെഷീൻ്റെ അടുത്തേക്ക് വന്നു. ഉപയോഗിക്കാത്തതുകൊണ്ട് നിറച്ചും പൊടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി മാമച്ചിക്ക് ഷർട്ട് റെഡിയാക്കി കൊടുത്തു. ഇന്ന് രാത്രി ഞങ്ങൾ വളവുച്ചയാണ് കിടന്നത്. പിറ്റേന്ന് ആണ് നിലമേലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.